ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ചിക്കൻ ബോൺ ബ്രോത്ത് ഇല്ലെങ്കിൽ സൂപ്പ് ഡോഗ്സിന് വേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇത് സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൽ ടോപ്പറാണ്. ഇതിനകത്ത് ഒരുപാട് കൊളാജനും ജെലാറ്റിനും ഫോസ്ഫറസ്, മഗ്നീഷ്യം, കാൽഷ്യം പോലത്തെ മിനറൽസും കുറേ വൈറ്റമിൻസും ഒക്കെ ഉണ്ട്. അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനും ജോയിൻറ്റ് ഹെൽത്തിനും ബോൺ ഹെൽത്തിനും ഒക്കെ ഒരുപാട് ബെനഫിഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഇതിന് നമ്മൾ ചിക്കൻ ഫീറ്റാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും കോഴിക്കടയിൽ ചോദിച്ചാൽ അവർ മിക്കവാറും തരുന്നതാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, പിന്നെ നഖമെല്ലാം കണ്ടിച്ച് കളയുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 കിലോ ചിക്കൻ ഫീറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതും ആപ്പിൾ സൈഡർ വിനെഗറും വെള്ളവും മാത്രം മതി. ഉപ്പ് ഒരിക്കലും ഇടരുത്, പിന്നെ സ്പൈസസ് ഒന്നും തന്നെ ഇടാൻ പാടില്ല. ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3 മാസത്തോളം ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ നിങ്ങൾക്ക് കുറേശ്ശെ ഡോഗിൻ്റെ ഫുഡിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ആപ്പിൾ സൈഡർ വിനെഗർ ആഡ് ചെയ്യുമ്പോൾ ഈ ബോണിനകത്തുനിന്ന് ഉള്ള മിനറൽസ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. അതിന് ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത് 1 കിലോ ചിക്കൻ ഫീറ്റിന്. അതിൻ്റെ കൂടെ ഏകദേശം ഒരു 1.5 ലിറ്റർ വെള്ളവും ആഡ് ചെയ്യാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ ഈ ബോണ് കിടക്കുന്നതിൻ്റെ ആ സെയിം ലെവൽ വരെ എത്തണം. അത്രയും വെള്ളം ആഡ് ചെയ്താൽ മതി. കൂടുതൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ജെലാറ്റിനസ് ആയിട്ട് തിക്കായിട്ടുള്ള ബ്രോത്തായി വരില്ല. അപ്പോൾ ആ ലെവൽ വരെ. ഇത് പ്രഷർ കുക്കറിലോ ഇൻസ്റ്റൻറ്റ് പോട്ടിലോ വെക്കാം. പ്രഷർ കുക്കറിലാണെങ്കിൽ ഹൈ പ്രഷറിൽ ഫസ്റ്റ് വിസിൽ വന്ന് കഴിഞ്ഞിട്ടൊരു 10-12 വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ കൊടുത്താൽ മതി, ഏകദേശം 1 മണിക്കൂർ. ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് പോട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രഷർ കുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് 2 മണിക്കൂറാണ് ടൈമിംഗ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സീല് ലോക്ക്ഡ് ആണ് എന്ന് ഉറപ്പ് വരുത്തുക, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് സീല്. 2 മണിക്കൂർ കഴിഞ്ഞ് പ്രഷർ ഫുൾ റിലീസ് ആവുന്നത് വരെ റെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാണ്. നല്ല അടിപൊളി സൂപ്പായിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ഈ കാല് മുഴുവൻ റിമൂവ് ചെയ്യുക, എന്നിട്ടൊരു അരിപ്പ വെച്ച് അരിച്ച് തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലാക്കി വെക്കണം. ചിക്കൻ്റെ കാലുകൊണ്ടുണ്ടാക്കുന്ന സൂപ്പ് ജോയിൻറ്റ് ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. കാരണം ഇതിൽ ഒരുപാട് കൊളാജനും ജെലാറ്റിനും ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രായമായ പട്ടികൾക്ക് ഒരുപാട് ബെനഫിറ്റ് ഉണ്ടാക്കും. എസ്പെഷ്യലി മുട്ടിനും ജോയിൻസിനൊക്കെ വേദനയുള്ള ഡോഗ്സൊക്കെ ആണെങ്കിൽ. അതുകൂടാതെ തന്നെ സമ്മറിൽ ഒരുപാട് വെള്ളം കുടിക്കാത്ത ഡോഗ്സ് ആണെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ഇത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട്, ഇറച്ചിയുടെ ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് കുടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൈഡ്രേഷൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ കൊടുക്കുന്ന ഫുഡിൻ്റെ കൂടെ തന്നെ ഇത് മിക്സാക്കി കൊടുത്താൽ ആ ഇറച്ചിയുടെ ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഫുഡ് കഴിക്കാനും പ്രേരിപ്പിക്കും. പിന്നെ ഇതിൽ ഒരുപാട് ട്രേസ് മിനറൽസ് ഉണ്ട്, കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നൊക്കെ ഉള്ളത്. അത് ബോൺ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. അതുകൂടാതെ ഹാർട്ട് ഹെൽത്തിനും നല്ലതാണ്. അതുകൂടാതെ തന്നെ കുറേ വിറ്റമിൻസും ഉണ്ട്. അത് ഡോഗിൻ്റെ ഇമ്മ്യൂണിറ്റിക്കും രോഗം വരാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ അരിച്ച് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ വെളിയിൽ വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു 2 ലെയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് വന്ന ഫാറ്റ് മുഴുവൻ മേളിലടിഞ്ഞ് ഇരിക്കും. അപ്പോൾ അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഓവർനൈറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കിന് ഈ ഫാറ്റ് ലെയർ കംപ്ലീറ്റ് സോളിഡ് ആവും. അപ്പോൾ ഈ ഫാറ്റ് ലെയർ ഫുള്ളായിട്ട് അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെനഫിഷ്യൽ ആയിരിക്കും. ഇല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പോലെ തന്നെ കൊളസ്ട്രോൾ അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഫാറ്റ് കണ്ടൻറ്റ് ഒരുപാട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം റെഗുലർ ഫുഡിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിലെ ഫാറ്റ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പോവാണ്. കുഞ്ഞിക്കൊരു 1 to 2 ടേബിൾ സ്പൂണാണ് ഞാൻ കൊടുക്കാറ്. അത് ഫുഡിൻ്റെ കൂടെയോ ഇല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഒരു സ്നാക്കായിട്ടോ ഒക്കെയാണ് കൊടുക്കുന്നത്. ഇതെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബ്രോത്ത് ഞാൻ ഈ ഐസ് ഉണ്ടാക്കുന്ന സിലിക്കൺ മോൾഡ് കിട്ടുമല്ലോ, അതിനകത്തോട്ട് ഇട്ടിട്ട് ഫ്രീസ് ചെയ്യും. എന്നിട്ട് ഓരോ ദിവസം ആവശ്യത്തിന് എടുത്ത് അത് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കുഞ്ഞിക്ക് കൊടുക്കാറ്. അവന് 2 ടേബിൾ സ്പൂണാണ് കിട്ടുന്നത് ഒരു ദിവസം. ചിക്കൻ ഫീറ്റ് അല്ലാതെ വേറെ ചിക്കൻ്റെ ബോൺസ് വെച്ച് ചെയ്യാം. പോത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ ജോയിൻ്റ് ഉള്ള ബോൺസ് വെച്ച് ചെയ്യാം. അപ്പോൾ പലതരം ബ്രോത്ത് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഒരു ഏകദേശം 3 മാസത്തേക്ക് ഫ്രീസറിൽ സേഫായിട്ട് ഇരുന്നോളും, ബൾക്കായിട്ടിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ.
ഇത് വയറ്റിലൊക്കെ എന്തെങ്കിലും അസുഖമുള്ള ഡോഗൊക്കെ ആണെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ജെൻറ്റിലാണ് സ്റ്റൊമക്കിൽ. ഈ ലൈനിങ്ങിനൊക്കെ ഹെൽപ്ഫുള്ളാണ് ഇതിനകത്തെ ജെലാറ്റിനും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു സോ മച്ച്. ബൈ.